ഹായ് മക്കളമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എന്താ പരിപാടി? എല്ലാവർക്കും രാവിലെ ഞാനൊരു സാധനം വെക്കാൻ പോവാണ്. എന്നറിയാമോ? പോർക്ക് കറി. അതിന് വേണ്ടി ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കടു വറക്കാൻ പോവാണ്. കടുവിട്ട് കടുപൊട്ടി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. അത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം, അത് നന്നായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്തിനെന്നറിയാമോ? അത് ഇച്ചിരി നന്നായിട്ട് ഒരു കളറും വരും, ഒന്ന് വഴണ്ട് വരാനായിട്ട്. പിന്നെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് വഴണ്ട് വരും. വെക്കുന്ന കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അതല്ല എന്താ പെട്ടെന്ന് വഴണ്ട് വന്നത് വേണ്ട. ഇതേ വേണം വരും. ഇത് വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് മല്ലിപ്പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, ഇത് നമ്മുടെ സാദാ മുളക്. അതിന് എരിവുണ്ട്, ആദ്യം ഇട്ടതിന് എരി കുറവാണ്. പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് നമ്മൾ വഴണ്ട് വന്നിട്ടുള്ള ഉള്ളിയല്ലേ, അപ്പോൾ അത് നല്ല ചൂടായിരിക്കും എണ്ണയുടെ. പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി എന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിനകത്തോട്ടിട്ട് ഇളക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടാകും. അതിനുശേഷം നമ്മുടെ പോർക്ക്, കഴുകി വെച്ചിട്ടുള്ള പോർക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. അതായത് ആ മസാലയും ആയിട്ടൊക്കെ അത് നന്നായിട്ട് മിക്സായി വരാനായിട്ട്. എന്താ ഇതേപോലെ നന്നായിട്ട് ഇളക്കണം. അരപ്പെല്ലടും എല്ലാ ഇത് പീസിലും പിടിക്കണം. ഇതിനകത്തെ നമുക്കൊരു സ്വല്പം ചുക്കുപൊടിയും കൂടെ ഇടാം. ചുക്കുപൊടി ഇടണം, ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. ഇഞ്ചി ഒരു സ്വല്പമേ ഉള്ളായിരുന്നു, അപ്പോൾ അത് അതിനകത്തോട്ടൊരു സ്വല്പം ചുക്കുപൊടിയും ചുക്കുപൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇനി ഇതിനെ അടച്ചു വെക്കണം. നമുക്കിനിയും പോയി ഒരു പപ്പങ്ങ എടുത്തുകൊണ്ട് വരാം. ഇത് പോർക്കല്ലേ, പോർക്കിനകത്തെ പപ്പങ്ങ ഇട്ടാൽ നല്ലതാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. 1/2 കിലോ ഉപയോഗപ്പെട്ട ഇവിടെ കൊണ്ടും ഒടിഞ്ഞു വരുന്നേ, അതിൻ്റെ വെയിറ്റ് കാരണം. അപ്പോൾ ഒടിഞ്ഞു വിടുമ്പോൾ ഞാനായെന്നറിയാമോ, അതിൻ്റെ മുകളിലൊരു കവറെടുത്ത് വെച്ചിട്ട്, അപ്പോൾ അതിന് 2 ശിഖരങ്ങൾ വരും. ആ 2 ശിഖരങ്ങളിലാണ് ഇതാ. അപ്പോൾ എനിക്ക് നമ്മുടെ കൈ കൊണ്ടെത്താം. പപ്പങ്ങ നമുക്ക് പോർക്കിലെ പപ്പങ്ങ ഇടുന്നത് നല്ലതാണ്. എന്തെന്നറിയാമോ? പോർക്കിനകത്ത് ഒരുപാട് നെയ്യുണ്ട്. അപ്പം ഈ നെയ്യ് ഈ പപ്പായ അബ്സോർബ് ചെയ്യും. അപ്പം നെയ്യ് കുറഞ്ഞു വരും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ പോർക്ക് എന്തായെന്ന് നോക്കാവേ. വെള്ളം വറ്റി നന്നായിട്ട് ആവിയൊക്കെ വന്നിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മുടെ ഈ പോർക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പോർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇളക്കി വെക്കണം. നന്നായിട്ട് ഇളക്കി കണ്ടോ, നമ്മൾ നേരത്തെ ഇട്ട അരപ്പ് ആ പോർക്കിലും ഉള്ളിയും ആ അരപ്പും ആ പോർക്കുമായിട്ടെല്ലാം ഇതായിട്ട് അത് പറ്റിയിട്ടുണ്ട്. ഇനി ഈ പപ്പായയിലൂടെ ഇതങ്ങ് പറ്റും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കണ്ടോ, അത് ആ നെയ്യ് ഉരുകിയിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഉരുകിയിട്ടുണ്ട് അതിനകത്ത്. അതിനകത്തോട്ട് ഈ പപ്പായയിലോട്ട് അതങ്ങ് പിടിക്കും. ഇനി 5 മിനിറ്റ് നമുക്ക് 5 മിനിറ്റ് ഉണ്ട്, ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ അതിനകത്ത് ആവി വരും. കണ്ടോ, എന്നിട്ട് തുറന്നോ. കണ്ടോ, നല്ല ആവി വന്നില്ലേ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നേരത്തെ ഞാനേ വെളുത്തുള്ളി അതിനെ മിക്സിയിലിട്ട് ചതച്ചതായിരുന്നു. അതിൻ്റെ ആ ജാറിലോട്ട് ഒഴിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഞാൻ.
ഇനി ഒന്ന് ഇളക്കി വെച്ചിട്ട് തിളച്ചതിന് ശേഷം നമുക്കങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ഇച്ചിരി ചുക്കൂടെ നേരത്തെ ഞാൻ ചുക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഇച്ചിരി ചുക്കൂടെ ഇടുന്ന ചുക്കിൻ്റെ ഇച്ചിരി കുറവ്, ഇഞ്ചിയുടെ ഇച്ചിരി കൊഞ്ച് കുറവായിരുന്നു, അപ്പോഴാണ് ഞാൻ ചുക്ക് രണ്ടാമത് ഇട്ടത്. ഇനി അത് അടപ്പയിലിരുന്ന് അങ്ങ് തിളച്ച് വറ്റി വരും. തിളക്കട്ടെ, ചെറിയ തീയിൽ. നമ്മുടെ പോർക്ക് കറി എന്തായെന്ന് നോക്കാം. പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി പുതിനയിലയും കൂടെ ഇട്ട്, പുതിനയില ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ രമ്പയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ട് ഓഫാക്കി. എപ്പോഴും തിളക്കി വേണം. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ പോർക്ക് കറി അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ.